ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സ ഡയറി. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് സ്റ്റാഫുകളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട്ടേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടക്കുവാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ കൂടെയുള്ള അജ്മൽ സാറാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുവാണ് ഇതിൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യുവാണ് കേട്ടോ. അവിടെ കല്ലുമ്മക്കായൊക്കെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണല്ലോ, കൂന്തൾ നിറച്ചത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുവാണ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാടമുട്ട, പിന്നെ നമ്മൾ നേരത്തെ കഴിച്ചത് കല്ലുമ്മക്കായ കഴിച്ചു, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. കാടമുട്ട വലിയ കുഴപ്പമില്ല, മസാല ഒക്കെ ഇട്ടുകൊണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്, കൂന്തൽ നിറച്ചത്. ബാക്കി കുഴപ്പമില്ല, കല്ലുമ്മക്കായ ഇഷ്ടമായില്ല. ഞങ്ങൾ കോഴിക്കോട് ബീച്ച് എത്തിയിട്ടോ. ബീച്ചിൽ കഴിച്ച് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞങ്ങൾ ബീച്ചെത്തി. ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഗെയ്സ്, അപ്പൊ നമ്മളിവിടെ ബീച്ചിലെത്തിട്ടോ. ചേച്ചിന്റെ കൂടെ ഞാനും അല്ലേ, ഞാൻ കോളേജിൽ വന്നിട്ട് പോയിട്ടുണ്ട് കോളേജിൽ പോലെ. അപ്പോ സന്തോഷല്ലേ, പ്രത്യേക രസല്ലേ. ഈ ചെക്കനെ കൂടെ ഞങ്ങൾ മലകി ഗെയ്സ്, അത്രേ പറയാനുള്ളൂ. ഭയങ്കര വെയിലാണ്. കടലുണ്ട്. ഏതില് കടല്? കടല് പോലെ ഗെയ്സ്, നമ്മുടെ ബീച്ചിലാണ്. ബീച്ചിലുള്ള വ്യൂസാണ് കേട്ടത്. ഞങ്ങളിവിടെ തന്നെ എത്തി, ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, ഞങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കാണണം, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ ഓക്കെ. ഇതാണ്. അപ്പോൾ നല്ല രസമായിട്ടോ, ഭയങ്കര രസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറേ ഇങ്ങനെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പം എന്നാണ് ഇപ്പോൾ അതിനെ പറ്റിയത്. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗെയ്സ്, നമ്മൾ ബീച്ചിലുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉപ്പിലിട്ട് ഇത് കഴിക്കുകയാണ് അല്ലേ. എല്ലാവരും പൈനാപ്പിളും മാങ്ങയൊക്കെയാണ് എടുത്തത്, ഞാൻ പപ്പായാണ് എടുത്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെ കഴിച്ചല്ലോ, കൂന്തൾ ഫില്ല് ചെയ്തതൊക്കെ കഴിച്ചു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല. കൂന്തൾ കഴിച്ചു, അതുപോലെ ഞങ്ങൾ കാടമുട്ട കഴിച്ചു, അതുപോലെ കല്ലുമ്മക്കായ കഴിച്ചു. പക്ഷെ ആക്രാന്തം കാരണം അതൊന്നും എടുക്കാൻ പറ്റില്ല, ക്ഷമിക്കണം. ഞങ്ങൾ ഉപ്പിലിട്ട പപ്പായ. നീ എന്താ കഴിച്ചേ? മാങ്ങ. മിസ് എന്താ കഴിച്ചത്? ഞാനും പൈനാപ്പിൾ കഴിച്ചു. പിന്നെ കുറേ സംഭവങ്ങൾ കഴിച്ചു, പക്ഷെ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ. ഓക്കെ. അപ്പം ഗെയ്സ്, നമ്മൾ ബീച്ചിൽ നിന്ന് പോവുകയാണ്. നമ്മളിനി ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ബീച്ചിലായിരുന്നു. നമ്മളെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അങ്ങോട്ട് വന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകും. അപ്പോൾ അതും കാണിച്ചു തരണ്ട കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ ഫാമിലിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ എല്ലാവരും കൂട്ടിയിട്ടൊക്കെ ഇടയ്ക്കൊരു ഔട്ടിങ്ങിനൊക്കെ വരിക കേട്ടോ. നല്ല സന്തോഷമായിരിക്കും. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു എൻജോയ്മെൻറ്റ്, ഒരു റിലാക്സേഷനാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വരിക. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കുറേശ്ശെയായിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗെയ്സ്, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്നത്. ഞങ്ങളുടെ ചേച്ചിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഐസ്ക്രീം, പിന്നെ എന്തൊക്കെ ഫലൂദ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, ഐസ്ക്രീം കഴിക്കാൻ വന്നു. ഐസ്ക്രീം കഴിച്ചിട്ട് ഫുഡ് അങ്ങനെ ആക്കി. എനിക്ക് ചിക്കു, ഞാൻ ചിക്കു ഫ്ലേവറാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഗെയ്സ്, ഞങ്ങൾ നല്ല ഹോട്ടൽ തേടി നടക്കുവാണ്. തിരിഞ്ഞ് നടക്കുകയാണ്. നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഏതാണ് എന്ന് അന്വേഷിച്ചിട്ട് എവിടേക്കോ ഉണ്ടെന്ന് ആരൊക്കെയോ പറയുമ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്. കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കണം.
അങ്ങനെ ഗൈസ് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച ഫുഡൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് എന്നെത്തപ്പെട്ട ഹോട്ടലിൽ അത്രത്തോളം ഫുഡ് ഐറ്റംസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചത്. വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയൊരു ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല കേട്ടോ, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ പർച്ചേസിങ് ആയിരുന്നു. പർച്ചേസ് ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഇത്രയും പേർക്ക് പർച്ചേസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സമയം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടൂല. അപ്പോൾ ഒരുപാട് ഷോപ്പുകളിൽ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പുകൾ കേട്ടോ. അപ്പം അങ്ങനെ കയറി ഇറങ്ങി നമ്മൾ അങ്ങനെ പർച്ചേസിങ് ആയിരുന്നു. ഒരുപാട് സമയം അങ്ങനെ കാലൊക്കെ വേദന എടുത്തിട്ട് അങ്ങനെ നടന്നിട്ട് പാർട്ടി വെയർ ഡ്രസ്സുകളെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഒരു ലോകം തന്നെ ഉണ്ട് അവിടെ നമുക്ക് ഡ്രസ്സിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഹലോ ഗേസ്, അപ്പോൾ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം തീർന്നു. കാരണം എൻ്റെ അക്കൗണ്ടിൽ പൈസ തീർന്നു. അപ്പം എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കണേ. ഇനി പൈസ ഇല്ലാത്തോണ്ട് മേടിച്ചില്ല. അതെ, അതുകൊണ്ട് തീർന്നു. എന്തോ ഒരു സാധനങ്ങളാണ് ഇവിടെ. എൻ്റെ പൊന്നോ, ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിട്ടോ, കുറച്ച് പാൻറ്, അതൊക്കെയാണ് ഞാൻ അധികം വാങ്ങിയതല്ലേ. അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും എന്തൊക്കെ എടുത്തെന്നുള്ളത്. ഞാൻ പോയിട്ട് കാണിച്ചു തരണ്ട കേട്ടോ, എന്തൊക്കെ എടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ തന്നെ പോവാണ്. എല്ലാവരുടെ പർച്ചേസിങ് കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ നമ്മളിങ്ങനെ സമയമെടുത്ത് പർച്ചേസ് ചെയ്യണം കേട്ടോ. അത് പെട്ടെന്നൊരു ഷോപ്പിൽ തന്നെ കാണുമ്പോൾ ഒരുപാട് ഷോപ്പിൽ ഞങ്ങളിനി തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോകാൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 5:15-നാണ് ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ ഞങ്ങളെല്ലാ പർച്ചേസിങ്ങും എല്ലാം അന്നത്തെ കറക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഗെയ്സ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. കാരണം പർച്ചേസിങ് ആകുമ്പോൾ നമ്മളിങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ട്രെയിന് 5:20-നാണ് ട്രെയിന്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ. കാലൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ടുണ്ടല്ലോ, പർച്ചേസ് ചെയ്യാൻ നടന്നൊരു തലായി അല്ലേ. ഞങ്ങളെ കൂടെ പിന്നാലെ ഓടിയിട്ട് അജ്മൽ സാറുടെ കാലം അത് അങ്ങനെ ഒരു തല. അങ്ങനെ ആയാലും ഞാൻ ഇനി എടുത്ത സാധനങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.